ഇക്വിലിബ്രിയം ഇൻകം. എന്താണ് ഇക്വിലിബ്രിയം ഇൻകം അല്ലെങ്കിൽ സന്തുലിത വരുമാനം? എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഇൻകം കണ്ടെത്തേണ്ടത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഇക്വിലിബ്രിയം ഇൻകം ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ചുവടെ നൽകിയിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സന്തുലിത വരുമാനം കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നത് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ അഥവാ സ്വാശ്രിത ചെലവ് തന്നിരിക്കുന്നത് 90 കോടിയാണ്. അതിനെ റിപ്രസെന്റ് ചെയ്യുന്നത് എ ബാർ എന്നാണ്. 90 കോടി. അതുപോലെ തന്നെ NBC തന്നിട്ടുണ്ട് 80%. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇക്വിലിബ്രിയം ഇൻകം കണ്ടെത്തേണ്ടത്. നമ്മുടെ ഇക്വേഷൻ നോക്കാം. Y സ്റ്റാർ ഈസ് ഇക്വൽ ടു എ ബാർ എ ഡിവൈഡ് ബൈ 1 മൈനസ് സി. അതുപോലെ തന്നെ ഈ എ ബാറിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാൻ പറ്റും? സി ബാർ എ പ്ലസ് ഐ ബാർ എ എന്നും സൂചിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇക്വിലിബ്രിയം ഇൻകം ഈസ് ഇക്വൽ ടു Y സ്റ്റാർ ഈസ് ഇക്വൽ ടു എ ബാർ എ ഡിവൈഡ് ബൈ 1 മൈനസ് സി. അപ്പോൾ എ ബാറിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാൻ പറ്റും? സി ബാർ എ പ്ലസ് ഐ ബാർ. അപ്പോൾ സി ബാർ എന്ന് വെച്ചാൽ എന്താണ്? ഓട്ടോണമസ് കൺസപ്ഷനെയാണ് സി ബാർ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഓട്ടോണമസ് കൺസപ്ഷൻ? അതായത് ഉപഭോക്ത ചെലവാണ് ഓട്ടോണമസ് കൺസപ്ഷൻ അല്ലെങ്കിൽ സി ബാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഐ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതായത് സ്വതന്ത്ര നിക്ഷേപമാണ് ഐ ബാർ അല്ലെങ്കിൽ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇക്വിലിബ്രിയം ഇൻകം Y സ്റ്റാർ ഈസ് ഇക്വൽ ടു എ ബാർ എ ഡിവൈഡ് ബൈ 1 മൈനസ് സി. ഇവിടെ എ ബാർ തന്നിട്ടുണ്ട്, അതായത് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ആണ് 90 കോടി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് 90 നമ്മൾ അതുപോലെ എഴുതുന്നു. ഡിവൈഡഡ് ബൈ 1 മൈനസ് സി ആണ്. 1 അതുപോലെ എഴുതുന്നു. ദെൻ മൈനസ് സി. സിയുടെ സ്ഥാനത്ത് കൊടുക്കേണ്ടത് എന്താണ്? NBC തന്നിട്ടുണ്ട് 80%. അപ്പം ശതമാനത്തിലാണ് NBC തന്നിരിക്കുന്നത് അല്ലേ? ശതമാനത്തെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് മാറ്റുവാണ്. 80 ഡിവൈഡ് ബൈ 100 അല്ലേ? 80 ഡിവൈഡ് ബൈ 100. അപ്പോൾ ഈ രണ്ട് സീറോ, ന്യൂമറേറ്ററിലെ ഒരു സീറോയും ഡിനോമിനേറ്ററിലെ ഒരു സീറോയും വെട്ടിക്കളയുന്നു. 8/10 എന്ന് വന്നു. അപ്പോൾ 8നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 0.8 ആണ് കിട്ടുന്നത്. അപ്പോൾ സി ആണ് 0.8. അത് നമ്മൾ സിയുടെ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടി? 90 ഡിവൈഡ് ബൈ 1 മൈനസ് 0.8 കിട്ടി അല്ലേ? 1ൽ നിന്നും 0.8 കുറയ്ക്കുമ്പോൾ എന്തോ കിട്ടും? 0.2 ആണ് കിട്ടുന്നത്. 1ൽ നിന്നും 0.8 കുറയ്ക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? 0.2 ആണ് വരുന്നത് അല്ലേ? അപ്പൊ ന്യൂമറേറ്ററിൽ 90 വന്നു, ഡിനോമിനേറ്ററിൽ 0.2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ 0.2നെ, അതായത് ഡെസിമലിനെ നമുക്ക് മാറ്റണം അല്ലേ? അപ്പം ഒരു സ്ഥാനം മാറിയാണ് പോയിന്റ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 10 കൊണ്ടാണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലെയും 10 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 90 × 10 ഡിവൈഡ് ബൈ 0.2 × 10. അപ്പൊ താഴത്തെ ഡെസിമൽ ഭാഗം മാറി ഒരു പ്രോപ്പർ നമ്പറായി മാറുന്നുണ്ട് അല്ലേ? അപ്പൊ 90 × 10 എന്താ കിട്ടി? 900 കിട്ടുന്നുണ്ട് അല്ലേ? 900 കിട്ടുന്നു. അതുപോലെ തന്നെ 0.2 × 10 എന്താണ്? 2 കിട്ടുന്നുണ്ട്. അപ്പം 900 ഡിവൈഡ് ബൈ 2 അല്ലേ? എത്ര കിട്ടി? 450 ആണ് ഇവിടുത്തെ ഇക്വിലിബ്രിയം ഇൻകം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇക്വിലിബ്രിയം ഇൻകം മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഇക്വിലിബ്രിയം ഇൻകം. കൺസംഷൻ ഫംഗ്ഷൻ ഈസ് C is equal to 100 plus 0.70 y I is equal to 15. അപ്പോൾ ഇവിടെ കൺസംഷൻ ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. C is equal to 100 plus 0.7 y. അതുപോലെ തന്നെ I തന്നിട്ടുണ്ട്. I is equal to 15. 50 തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി നമ്മൾ സന്തുലിത വരുമാനം കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? Y സ്റ്റാർ ഈസ് ഇക്വൽ ടു എ ബാർ എ ഡിവൈഡ് ബൈ 1 മൈനസ് സി ആണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. എ ബാറിന് പകരം എന്ത് കൊടുക്കാം? സി ബാർ എ പ്ലസ് ഐ ബാർ എന്നും കൊടുക്കാം. ഇവിടെ നമുക്ക് എ ബാർ തന്നിട്ടില്ല, പക്ഷേ സി ബാർ എത്ര ആണെന്നും ഐ ബാർ എത്ര ആണെന്നും ഈ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എ ബാറിന് പകരം നമ്മൾ സി ബാർ എ പ്ലസ് ഐ ബാർ ആണ് ഇവിടെ കൊടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതണം? Y സ്റ്റാർ ഈസ് ഇക്വൽ ടു സി ബാർ എ പ്ലസ് ഐ ബാർ എ ഡിവൈഡ് ബൈ 1 മൈനസ് സി. ഇവിടെ സി ബാർ തന്നിട്ടുണ്ട്, എത്രയാണ്? 100 എന്ന് തന്നിട്ടുണ്ട്, ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ എഴുതുന്നു. ഐ ബാർ എത്രയാണെന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടോ? യെസ്, ഐ ബാർ 50 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം 100 പ്ലസ് 50 ഡിവൈഡ് ബൈ 1 മൈനസ് സി ആണ്. സി ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 0.70 ആണ് അല്ലേ? അപ്പം 0.70 ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? 1 മൈനസ് 0.70 അല്ലെങ്കിൽ 0.7. ഓക്കെ, അപ്പോൾ 1ൽ നിന്നും 0.7 കുറയ്ക്കുന്നത് എത്രയാണ്? 0.3 ആണ്. ഓക്കെ, അപ്പോൾ 100 പ്ലസ് 50 150 ഡിവൈഡ് ബൈ 0.3. ഇവിടെ ഡിനോമിനേറ്റർ നമുക്ക് ഒരു പോയിന്റ് കിടപ്പുണ്ട്, അത് നമുക്ക് മാറ്റണം. അപ്പം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്താണ്? 10 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 150 × 10
എത്ര കിട്ടി? 1500 കിട്ടുന്നു. ഡിവൈഡ് ബൈ 0.3 ഇൻറ്റു 10 എത്രയാണ്? 3 വരുന്നത്. അപ്പോൾ 1500-നെ 3 കൊണ്ട് ഹരിക്കുന്നു. 1500-നെ 3 കൊണ്ട് ഹരിക്കാൻ നമുക്ക് എന്തോ കിട്ടി? 500 കിട്ടുന്നത്. അപ്പോൾ 500 ഇവിടുത്തെ ഇക്വിലിബ്രിയം ഇൻകം അല്ലെങ്കിൽ സന്തുലിത വരുമാനം.